പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വരാതിരിക്കാൻ നോക്കുന്നതല്ലേ ബുദ്ധി. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി സാലഡ് റെസിപ്പിയാണ് ഇത്. വെറും സാലഡൊന്നും അല്ല, ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി സാലഡാണ്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഹെൽത്തി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ആപ്പിൾ, ഒരു പേരയ്ക്ക, അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറി, പിന്നെ കുറച്ച് മുന്തിരിങ്ങ, പിന്നെ ഇതുപോലക്ക് ഒരു പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പൊമഗ്രാനേറ്റ്, നമ്മുടെ മാതള നാരങ്ങ. പിന്നെ നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ പപ്പായ ഒക്കെ ഉണ്ടല്ലോ, വളരെ നല്ലതാണ്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നാരങ്ങ വേണം, പിന്നെ കുറച്ച് തേനും വേണം. ഇത് ഞാൻ എന്തിനാണെന്നുള്ളത് പിന്നീട് പറഞ്ഞു തരാം. ഇതും തന്നെ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ സ്ലൈസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറത്തെ സ്കിന്ന് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെത്തി അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ്, അതുകൊണ്ട് തന്നെ ഞാനിത് അരിഞ്ഞിടുകയാണ്. മുന്തിരിങ്ങ എടുക്കുമ്പോൾ സീഡില്ലാത്ത എടുക്കുക, അല്ലെങ്കിൽ സീഡ് മാറ്റിയിട്ട് കട്ട് ചെയ്യുക. മാതള നാരങ്ങ ഞാൻ ഇതുപോലക്ക് എല്ലാം സീഡാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പമാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പൊമഗ്രാനേറ്റിൻ്റെ സീഡ് എടുക്കുന്ന ഒരു രീതിയാണത്. എന്തായാലും ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുതിന ഉണ്ടല്ലോ, അത് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിൻറ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് നമ്മുടെ ഹണി ഉണ്ടല്ലോ, അതുകൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളെടുത്ത ബൗൾ ഇത്തിരി ചെറുതായതുകൊണ്ട് ഞാൻ ഒരു വലിയ ബൗളിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊമഗ്രാനേറ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതോടെ ഇട്ട് കൊടുത്തേക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ, നല്ലൊരു ഫ്ലേവറും കിട്ടും. പിന്നെ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ ഈ ഒരു മധുരം മതി നമുക്ക്, വേറെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവാ താല്പര്യമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഒത്തിരി ഉപ്പ് ഇട്ടിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ചെറിയൊരു ബൗൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. അപ്പം ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയൊരു അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമേ കഴിക്കാവൂ. ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്ന് ചോദിക്കുന്ന പോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ഫുഡിൻ്റെ മുന്നിലാണോ അതോ ഫുഡ് കഴിച്ചിട്ടാണോ അതോ ഫുഡിന് മുന്നേ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം പോലെ ഇതങ്ങനെയല്ല. ഒരു നേരത്തെ മീലായിട്ട് തന്നെ കഴിക്കണം, എങ്കിലേ നമ്മുടെ വണ്ണമൊക്കെ കുറയത്തുള്ളൂ, ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കത്തുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു സമയം ഈ ഒരു ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ ഡിന്നറോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 11 മണിക്കൊക്കെ ഇതെല്ലാം ഇത്തിരി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അധികം ഉച്ചയ്ക്കൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇങ്ങനൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.